എനിക്കും രണ്ട് നീതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇതാണ് ഗവർണർ ആവർത്തിച്ചു പറയുന്നത്. ഇന്നത്തെ 2.5 മണിക്കൂർ കുത്തിയിരിപ്പ് സമരവും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനവും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ശരിക്ക് ഇന്ന് നമ്മൾ കണ്ട ഈ ദുരന്ത ചിത്രം കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും സംഭവിക്കരുതാത്തതാണ്. വാസ്തവത്തിൽ അപമാനകരമാണ്. അത് ഗവൺമെൻറ്റിനും അപമാനകരമാണ്, കേരള സംസ്ഥാനത്തിനൊട്ടാകെ അപമാനകരമാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അത് സർക്കാരിനുള്ളതാണ്. ഇപ്പോൾ ഈ BJPയുടെ പ്രതിനിധിയെ അനുകൂലിച്ച് സംസാരിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒറ്റ സംശയം ചോദിച്ചോട്ടെ, എന്തിൻ്റെ പേരിലാണ് ഈ സമരം നടക്കുന്നതെന്ന് ഗണേശ് ചോദിച്ചത് ഞാനും ചോദിക്കുക. ഇപ്പം ഇന്ന് അവിടെ നിലമേലിൽ ഒരു പ്രസംഗം നടത്തുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് പറയുന്നത്, അതായത് സംഘപരിവാറിൻ്റെ ആളുകളെ, സംഘികളെ സെനറ്റിലേക്ക് കുത്തി നിറച്ച് നടപടിക്കെതിരായിട്ടാണ് നടപടി എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധിക്കാൻ SFIക്ക് അവകാശമുണ്ട്. ഏത് തരത്തിലും പ്രതിഷേധിക്കാം. പക്ഷേ ഇതൊരു പുതിയ സംഭവമല്ലല്ലോ. രാം ദുലാരി സിൻഹ എന്ന് പറയുന്ന ഗവർണറെ നായനാരുടെ കാലത്ത് സെൻഷർ ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ ശാസന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. എന്തിനായിരുന്നു? ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് എടുത്ത് കൊട്ടയിലിട്ടിട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന K കരുണാകരൻ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് സെനറ്റിലേക്കുള്ള ആളുകളെ എടുത്തു. ഇത് CPM ഭരിക്കുമ്പോൾ എന്തുവാ? CPM ഏത് കാലത്ത് ഭരിച്ചാലും ഇപ്പം എന്താ CPMൻ്റെ പ്രശ്നം? അവർ കൊടുത്ത ലിസ്റ്റിൽപ്പെട്ടവർ വന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം ഇവിടെ ഒരു പുതിയ പ്ലെയർ വന്നിരിക്കുക. BJP എന്ന് പറയുന്ന ഒരു പുതിയ പ്ലെയർ ഇവിടെ കൂടുതൽ ശക്തിപ്പെടുന്നു. അത് കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്നു. അവരോട് താല്പര്യമുള്ള ഒരു ഗവർണർ ഇവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ BJP കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നും ആളുകൾ വരികയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താ? SFIക്കാർ ഇവർ സിൻഡിക്കേറ്റിൻ്റെ യോഗത്തിലോ മറ്റോ പങ്കെടുക്കാനും വന്നപ്പോൾ തടഞ്ഞു. അവരെ കടത്തിവിട്ടില്ല. ആ കടത്തിവിടാത്ത സാഹചര്യത്തിൽ അവർ കോടതിയിൽ പോയി. കോടതി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അതിൻ്റെ അർത്ഥം കോടതി ഈ നിയമനത്തെ അംഗീകരിച്ചിരിക്കുന്നു. ആ നിയമനം ശരിയാണെന്ന് എനിക്ക് ഒരു അഭിപ്രായമൊന്നുമില്ല. BJPയുടെ മുഴുവൻ ലിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് KSU ഉണ്ട്, അതിനകത്ത് ലീഗിൻ്റെ അല്ലെ MSFൻ്റെ പ്രതികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ ലിസ്റ്റ് കോടതി പോലും അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ആരോട് എന്തിൻ്റെ പേർക്കാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പം സ്മൃതി ചോദിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആരും നിയമത്തിന് അതീതരല്ല, അധികാരം തലയ്ക്ക് പിടിച്ചാൽ. ആ വാചകം തന്നെയാണ് ഗവർണറും പറഞ്ഞത്. അത് അവർ തമ്മിൽ ഒരു പ്രസംഗ മത്സരം നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ശ്രീ മുസ്തഫ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആൾ ഇന്ന് വളരെ വികാരഭരിതമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സർ, മുസ്തഫ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രകടനം നടത്താനും പ്രതിഷേധിക്കാനും SFIക്കാർക്കും KSUക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഒരേ അവകാശമാണുള്ളത്. അതാണ് ഇനി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു കേരള സദസ് അല്ലെങ്കിൽ ഒരു ഇത് നടത്തുമ്പോൾ, മന്ത്രിമാരുമായി നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് വളരെ വളരെ ഒരു ആവർത്തന വിരസമായി പോകും. ഒരു അംഗപരിമിതിയുള്ള ഒരാളിനെ പോലും പോലീസ് തല്ലുന്നത്, അല്ലെങ്കിൽ എടുത്തുചാടി എന്നൊക്കെയാണല്ലോ പറയുന്നത്. സൈഡിൽ കൂടെ പോയ മുഖ്യമന്ത്രിയുടെ കാർ ഒരിടത്ത് നിൽക്കുന്നു, അതിനിപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ മേളിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഒരാൾ കാർ ഓടിച്ച് പോലീസിൻ്റെ സംരക്ഷണ പോലീസുകാർ വണ്ടി ഓടിച്ച് കയറ്റുന്നു. ഇത് ഒരു നീതി. അപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നവർക്ക്, അവിടെ ആകാം 4 പേര് ഏതെങ്കിലും കാട്ടുപന്തയിലൊക്കെ നിന്നായി പ്രതിഷേധിക്കുന്ന, അല്ല അടുത്തുപോലുമല്ല. അവർക്കൊരു നീതിയാണ്. അവർ ജയിലിലാവുന്നു, അവർക്ക് ജാമ്യം കിട്ടുന്നില്ല, അവർ ജാമ്യം കിട്ടാത്ത വകുപ്പ് അനുസരിച്ച് അകത്താവുന്നു. പക്ഷേ ഇവിടെ ഗവർണർക്കെതിരായിട്ട് ഏത് സ്ഥലത്തും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഈ ഗവർണറുടെ നടപടികളെയൊന്നും പിന്താങ്ങുന്ന ആളല്ല. പക്ഷേ ഗവർണർ പറയുകയാണ് എനിക്ക് ജീവഭയം കൂടാതെ ഈ സംസ്ഥാനത്ത് സഞ്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ എനിക്ക് സ്മൃതിയോടൊരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പരമാവധി വിഷ്വൽസ് യൂട്യൂബിലൊക്കെ കാണാൻ ശ്രമിച്ചു. പക്ഷേ സ്മൃതി എന്നേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ഒരു സംശയവും തീർത്തു തരണം. മുഖ്യമന്ത്രി വരണം, അല്ലെങ്കിൽ DGP വരണം, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വരണം, എങ്കിലേ ഞാൻ എഴുന്നേക്കൂ എന്ന് ഗവർണർ പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഉണ്ടോ വിഷ്വല്? അല്ലെങ്കിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അത് പറഞ്ഞതുകൊണ്ട് കാരണം എന്തോ അങ്ങനെ കേട്ടില്ല. അദ്ദേഹം പറയും അദ്ദേഹം സംസാരിക്കുന്നത്
ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറ്റമല്ല എന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇതുവരെ മുഖ്യമന്ത്രി വരണമെന്നോ DGP വരണമെന്നോ പിന്നെ ചീഫ് സെക്രട്ടറി വരണമെന്നോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്ക് രണ്ട് ചോദ്യങ്ങളെ ഇതിനകത്തുള്ളൂ, അത് ഞാൻ പറഞ്ഞ് അവസാനം. അദ്ദേഹം 2.5 മണിക്കൂർ നിന്നു എന്നുള്ളത് നമ്മുടെ ഈ ബുള്ളറ്റിന് മുമ്പായിട്ട് പറഞ്ഞ വാർത്തയിലെ ഒരു പ്രധാന കാര്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിലൊരു സമരം നടക്കുന്നു, അപ്പോൾ അതിനകത്ത് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹത്തിന് അപ്പം മുഖ്യമന്ത്രി വന്നൊരു FIR എന്താ ഒരു പുതിയ കാര്യമാണ്. FIR ഏത് സ്റ്റേഷനിലും കിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലൊരു സമരം നടത്തിയിട്ട് FIR കിട്ടാൻ എന്തുകൊണ്ട് 2.5 മണിക്കൂർ ഗവർണറെ പോലൊരാൾക്ക് വേണ്ടി വന്നു? അദ്ദേഹം നിരമേൽ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 1000 രൂപയും പോയി. ആ കടയിൽ കച്ചവടം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 1000 രൂപയും കൊടുത്തു. അപ്പം അവിടെ 2.5 മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? FIR ഉണ്ടെങ്കിൽ FIR കൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അതിൻ്റെ ഒരു കോപ്പി കൊണ്ട് കൊടുത്താൽ എന്തിനാ 2.5 മിനിറ്റ് മതിയല്ലോ, അല്ലെങ്കിൽ പോട്ടെ ഒരു 25 മിനിറ്റ് മതിയല്ലോ, എന്തിനാണ് 2.5 മണിക്കൂർ ഗവർണർ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നത്? ഈ FIR-ന് വേണ്ടി ഇരുന്നതിനെ പരിഹസിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം, ഇപ്പം മുസ്തഫയൊക്കെ പറഞ്ഞു സമരമാണ്, പ്രതിഷേധമാണ്, മുഖ്യമന്ത്രിയും പറഞ്ഞു പ്രതിഷേധം അങ്ങനെ ഉണ്ടാവും, ആരും നിയമത്തിന് അതീതരല്ല. ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകളിട്ട്? ഇതൊരു ന്യായമായ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമാണെന്ന് വയ്ക്കാതെ അതിനവർക്ക് അവകാശമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് അത്തരത്തിലുള്ളൊരു പ്രതിഷേധമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗവർണർ പറയുന്ന പോലെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന തരത്തിലേക്കൊരു പ്രതിഷേധം നീങ്ങിയിട്ടില്ലെങ്കിൽ, എന്തുകൊണ്ട് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഈ കുട്ടികളെ, അവർക്ക് ഭാവിയുള്ളതാണ്, അവർ കുട്ടികൾ പഠിക്കുന്നത് ഡിഗ്രിക്കോ പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അവരുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ പറയുന്ന ഈ അധികാരമുണ്ടല്ലോ, എന്തൊക്കെയാണ് ഗവർണറെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വരെയുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എന്തിന് ഈ കുട്ടികളുടെ പേരിൽ ഈ സമരം അവർ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ, ഗവർണർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ, കല്ല് വീണോ വടി വീണോ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ആ തർക്കത്തിലില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ വകുപ്പുകളിട്ട് പിന്നെ ഒരു FIR ഇട്ടു? അങ്ങനെ ഗവർണർ വന്ന് പറഞ്ഞാൽ വകുപ്പിടണോ? നിയമമല്ലേ വലുത്? അധികാരത്തിന് മുകളിൽ നിയമം നിൽക്കുമ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട നിരപരാധികൾ എന്ന് CPM പറയുന്ന ഈ കുട്ടികൾക്കെതിരെ എന്തുകൊണ്ട് ഈ വകുപ്പുകൾ ഇട്ടു എന്നുള്ളതുകൂടെ മുസ്തഫ പറ്റുമെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഈ ചർച്ചയിൽ പറയണം. അതാണ് എൻ്റെ അപേക്ഷ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.